അപ്പോൾ ഇന്നൊരു കളർഫുൾ കുനാഫ വ്ലോഗ് ആയാലോ? അർജൻറ്റായ ഒരു കാര്യം തപ്പാൻ വേണ്ടി പോയി അതിൽ നിന്ന് വഴി മാറി വ്യതിചലിച്ച് ഞം കഴിക്കാൻ കയറി. കുനാഫ എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്, പിന്നീട് മന്തിയിലോട്ട് ചാടി. നിങ്ങൾക്കും കാണും ഇങ്ങനെ ഒരു ഫ്രണ്ട് അല്ലേ? അങ്ങനെ സൂപ്പും സാലഡും ടൊമാറ്റോയുടെ ടച്ചിങ്സും തൈരും വന്നു. ഇവിടെ ചിലയിടത്തൊന്നും മന്തിയുടെ കൂടെ മയോണൈസ് കിട്ടത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മന്തിയും മയോണൈസുമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അല്ലേ? പക്ഷേ എനിക്ക് മന്തിയേക്കാൾ കൂടുതൽ ഇഷ്ടവും പ്രിയവും തോന്നിയേക്കുന്ന ബിരിയാണിയോടാണ്. അപ്പോൾ പിന്നെ റൈസ് കുറച്ചെടുത്താൽ പോരെ? അങ്ങനെ കുറച്ച് റൈസും ചിക്കനും തൈരും തക്കാളി ചട്നിയും പിന്നെ പച്ചപ്പിനൊരു ഇലയും വെച്ച് ഫുഡിങ് അങ്ങ് തുടങ്ങി. എനിക്ക് റൈസിനേക്കാൾ ഇഷ്ടം ചിക്കനാണ്. ചിക്കൻ വറുത്തും പൊരിച്ചും കറി വെച്ചും എല്ലാം. അങ്ങനെ കഥയിലെ നായകൻ വന്നു. കളർഫുൾ കുനാഫ, മേക്കിളി പോകുന്ന മധുരം. പിസ്താഷ്യോ, ചോക്ലേറ്റ്, ലോട്ടസ്, വൈറ്റ് ചോക്ലേറ്റ് ക്രീം കുനാഫ. ഇതാപ്പോൾ എൻ്റെ പേര്. ഞാൻ ഓർഡർ ചെയ്യാൻ നേരത്തെ തൊട്ട് കാണിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ നാൾ കൊണ്ട് കഴിക്കണം എന്ന് കരുതിയ സാധനമാണ്. യാ മോനെ, ഷുഗർ കൂടുന്ന വഴി അറിയില്ല. എനിക്ക് ആ കൂട്ടത്തിൽ ലോട്ടസാണ് ഇഷ്ടപ്പെട്ടെ. ബാക്കിക്കെല്ലാം ഇച്ചിരി ഏറെ മധുരം ഉണ്ടായിരുന്നു. എന്നോട് ആരെങ്കിലും മധുരം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല. പക്ഷേ കുനാഫയും പായസമൊക്കെ വലിയ ഇഷ്ടം. അപ്പോൾ അവർ ചോദിക്കും ഇതൊക്കെ പിന്നെ എന്നാ ഉപ്പാണോന്ന്. അല്ല, ഇതിപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ പറയുന്നേ? ചുമ്മാ കിടക്കട്ടെ. അങ്ങനെ പോയ കാര്യം നടന്നില്ലേലും കുനാഫ കഴിക്കാൻ പറ്റി എന്നുള്ള സമാധാനത്തിൽ ബാക്ക് ടു റൂം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.